നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീൽസിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും, അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല, അതേപോലെ തന്നെ ലൈക്ക് കിട്ടുന്നില്ല, നിങ്ങളുടെ വീഡിയോ വൈറലാവുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആദ്യം പറയുന്നത്. അതായത് നമ്മൾ റീൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കുറവാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നമ്മൾ തോന്നുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ളത്. ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ ലൈക്ക് വന്നിട്ടുണ്ടാവാൻ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല റീച്ച് കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലയൻസിനെ കിട്ടുമായിരിക്കും, ചിലപ്പോൾ അതിൽ നിന്ന് നല്ല ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ പല ഗുണങ്ങളും, കമൻറ്റ് വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് വീഡിയോൻ്റെ വ്യൂ കയറുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് ആ ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ അതിന് ഉപകരിക്കുമായിരിക്കും, നമ്മൾ കുറച്ച് പൈസ കൊടുക്കും, അതിൻ്റെ റിസൾട്ടും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലായി കിട്ടേണ്ട റീച്ച് പോലും നിങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ വ്യൂസ് അതായത് ഈ ബൂസ്റ്റ് പോസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായി കിട്ടേണ്ട റീച്ച് പോലും പിന്നീട് കിട്ടൂല. നമ്മൾ ഒരു പ്രാവശ്യം ബൂസ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയോ ചെയ്താൽ പോലും നമുക്ക് ആ കിട്ടേണ്ട റീച്ച് വളരെ രീതിയിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പലർക്കും അങ്ങനെ റീച്ച് കുറഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് അറിയാം നമ്മുടെ വീഡിയോ എത്ര റീച്ച് ആക്കണമെന്നും എത്ര റീച്ച് ആക്കണമെന്നും ഇൻസ്റ്റാഗ്രാമിൻ്റെ കയ്യിലിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബൂസ്റ്റ് പോസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളാണ്, അതിന് പ്രാപ്തിയുള്ള ആളാണ്, അതിനുള്ള പൈസയുള്ള ആളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു പോസ്റ്റ് നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് കൊടുത്തു, അടുത്ത പോസ്റ്റ് നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് കൊടുക്കാതിരിക്കുമ്പോൾ വീണ്ടും നമ്മളെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, നമ്മൾ പുതിയതായിട്ട് ഇട്ട പോസ്റ്റ് നമ്മളുടെ റീച്ച് വളരെയധികം കുറയ്ക്കും, അതായത് നോർമലായിട്ട് കിട്ടുന്ന റീച്ചും കൂടിയും കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യും, അവർക്ക് പൈസ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വൈറലാവണം, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈക്ക് കിട്ടണം, അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ റീൽ വീഡിയോ ഒരു 7 മണി കഴിഞ്ഞിട്ട്, അതായത് വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ചിലവർ ഓർക്കും ഞാൻ 12 മണിക്ക് ഇട്ട വീഡിയോ ആണ്, ഞാൻ അതിന് മുന്നേ ഇടുന്നതിനെക്കാട്ടിലും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ 1-2 പ്രാവശ്യത്തെ കഥയായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള ഒരാളാണ്, ഇപ്പോൾ എവിടെ ഉള്ള ആളായിക്കോട്ടെ, നിങ്ങൾ ആ ഇടുന്ന സമയത്ത് ഒരു 7 മണി കഴിഞ്ഞിട്ട് റീല് മാക്സിമം പോസ്റ്റ് ചെയ്യാതിരിക്കുക. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 മണിക്കും 7 മണിക്കും ഇടയിൽ വൈകുന്നേരം പോസ്റ്റ് ചെയ്യുക. നമ്മൾ ഞായറാഴ്ചകളിലാണെങ്കിൽ ഏറ്റവും നല്ല ഞായറാഴ്ചകളിലാണെങ്കിൽ രാവിലെ എല്ലാവരും ഒന്ന് ഉറക്കമൊക്കെ എണീറ്റ്, കൂടുതലും ലേറ്റായിട്ട് എണീക്കുന്ന ആൾക്കാരായിരിക്കും ഞായറാഴ്ച. അപ്പോൾ അത് തന്നെ നമ്മുടെ ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. ഒരു 10-11 മണിയാവുന്ന സമയത്ത് ഞായറാഴ്ചകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഞായറാഴ്ച വൈകുന്നേരം പോയിട്ട് പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും മാക്സിമം നമ്മൾ വൈകുന്നേരം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഒരു 5 മണി to 7 മണി സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർ പറയും നമ്മുടെ ഇൻസൈറ്റിലുള്ള സമയം നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടത്. അതിനൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ 6 മണിക്ക് വീഡിയോ ഇടുന്നതാണ് ഏറ്റവും നല്ല ഒരു 5 മണി to 7 മണി സമയത്താണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം വൈകുന്നേരം 6 മണിക്ക് വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ആ അക്കൗണ്ടിൽ മാക്സിമം ആക്റ്റീവ് ആയിരിക്കണം. ഒരു 1.5 മണിക്കൂർ മുന്നേ ഇട്ട് ആക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ആക്റ്റീവ് ആവേണ്ടതെന്നും എങ്ങനെയാണ് നമ്മുടെ ഫോളോവേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹോം പേജിലേക്ക് വരിക. ഇവിടെ സ്റ്റോറികൾ കിടപ്പുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ. മാക്സിമം നമ്മൾ അത് ലൈക്ക് അടിച്ചു കൊടുക്കുക. അങ്ങനെ ലൈക്ക് അടിച്ചു കൊടുക്കുക. റിപ്ലൈ ഇടാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിപ്ലൈ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ആർക്കൊക്കെ നമ്മൾ റിപ്ലൈ ഇടാൻ പറ്റും അവർക്കൊക്കെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, റിപ്ലൈ ഇട്ട് കൊടുക്കുക. മാക്സിമം നമ്മൾ ആ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. പലരുമായിട്ട് നമ്മളിങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പല ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ഷനിൽ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു കണക്ഷൻ കിട്ടും അവരുമായിട്ട്. അതായത് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഫസ്റ്റ് ഇവിടെ മേലെ റെക്കമെൻഡ് ആയി കിടക്കും. അതേപോലെ തന്നെ നമ്മൾ ആ വീഡിയോ എടുത്ത് സ്റ്റോറിയിലേക്ക് ഇടുമ്പോൾ, നമ്മൾ പോസ്റ്റ് ചെയ്തു പറഞ്ഞ് സ്റ്റോറിയിലേക്ക് ഇടുമ്പോൾ അവരുടെ ഹോം പേജിൽ നമ്മളായിരിക്കും മുന്നിൽ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് വളരെയധികം കൂട്ടണം. അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ പോസ്റ്റിലേക്ക് വരിക, അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വരിക. നമ്മൾ കമൻറ്റും ലൈക്കൊന്നും ആർക്കെങ്കിലും തിരിച്ച് റിപ്ലൈ ഇടാത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് മാക്സിമം നമ്മൾ റിപ്ലൈസ് കൊടുക്കുക. നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും. അവർ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് എടുത്ത് നോക്കാനുള്ള ചാൻസ് അവിടെ വളരെ കൂടുതലാണ്. ആ സമയത്ത് നമ്മുടെ
പോസ്റ്റ് ചിലപ്പോൾ കയറി കാണാനും ആദ്യ സമയത്ത് ചിലപ്പോൾ അവർക്ക് വീണ്ടും നമ്മളെ ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഏറ്റവും അവസാനം നമ്മൾ ഇതിനു മുമ്പ് ഇട്ട പോസ്റ്റിലേക്ക് ചെല്ലുക. നമ്മൾ കമൻറ്റും റിപ്ലൈ ഒക്കെ ആർക്കെങ്കിലും കൊടുക്കാണ്ട് അത് റിപ്ലൈ കൊടുക്കുക. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ റീൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാഗിലേക്ക് പോകുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാഗിനകത്ത് ആദ്യം നമ്മൾ ടീം ഹാഷ് എന്ന് പറഞ്ഞ ഈ പേജും ജസ്റ്റ് അവിടെ ടാഗ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആശിഷ് ജോൺ എന്ന് പറഞ്ഞ പേജ് ഒന്ന് ടാഗ് ചെയ്ത് വെക്കുക. നമ്മൾ എന്നിട്ട് സേവ് കൊടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇനി നമ്മൾ വീഡിയോ ടാഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ, അതായത് നമ്മൾ റീൽ വീഡിയോ ഇടുന്നതിന് മുമ്പേ നേരത്തെ പറഞ്ഞ ഈ 1.5 മണിക്കൂറിൽ തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ 2 അക്കൗണ്ടിലേക്ക്, അതായത് നമ്മൾ ടാഗ് ചെയ്യാൻ പോകുന്ന ഈ 2 അക്കൗണ്ടിലേക്കും വരിക. ഈ 2 അക്കൗണ്ടിലേക്കും വന്നതിന് ശേഷം ഇതിന്റെ ടാഗ് ലിസ്റ്റിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണിത്. വീഡിയോ ഇടുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ, അതായത് ഒരു 6 മണിക്ക് നമ്മൾ വീഡിയോ ആണെങ്കിൽ ഒരു 5:45 5:30 ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ലൈക്ക് അടിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ കാണുന്ന റീലുകൾ, നമ്മളെപ്പോലെ തന്നെ റീലുകൾ അപ്ലോഡ് ചെയ്തേക്കുന്ന മാക്സിമം റീലുകൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ലൈക്ക് അടിച്ചു കൊടുക്കുക. ആദ്യം ലൈക്ക് അടിച്ച പോസ്റ്റിലേക്ക് പോവുക. ആ പോസ്റ്റ് ഇപ്പോൾ ടീം ഹാഷിന്ന് വരുന്നെങ്കിൽ ടീം ഹാഷെന്നും ആശിഷ് ജോൺ എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ ടാഗ് ചെയ്യുന്ന വരുന്നെങ്കിൽ ആശിഷ് ജോൺ എന്നും മെൻഷൻ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ റീൽസ് എന്ന് കൊടുക്കുക, ഒരു ലവിൻ്റെ ഒരു ഇമോജി ഇട്ട് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നമ്മൾ റീൽ അപ്ലോഡ് ചെയ്ത് കഴിയാൻ നേരത്തെ ഇങ്ങനെ ലൈക്കുകളും ഇതേപോലത്തെ കമൻറ്റുകളും വരുന്നുണ്ടാവും. അങ്ങനെ വരുന്നവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഈ അക്കൗണ്ടിൽ നിന്നാണ് വന്നതെന്നും നമ്മൾ ഈ വീഡിയോ കണ്ട് വന്നതാണെന്നും ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീം ഹാഷിനെയും ആശിഷ് ജോൺ എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ അക്കൗണ്ടിൽ നിന്നും ഒരു 20 ലൈക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ കുറച്ച് ഇൻട്രാക്ഷൻ ഉണ്ടാവും. നമ്മുടെ നോൺ ഫോളോവേഴ്സിലേക്ക് നമ്മുടെ അക്കൗണ്ടിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. ഇനി ഏറ്റവും അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ റീൽ വീഡിയോ ഇടുന്നതിന് മുമ്പ് ചെയ്തു. റീൽ വീഡിയോ ഇട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഉണ്ടാവും. റീൽ വീഡിയോ ഇട്ടതിന് ശേഷം 2 മണിക്കൂറത്തേക്ക് നമ്മൾ ഫോൺ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ കൗണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യുക, സ്കിപ്പ്, അതായത് എക്സിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടി നോക്കുക. അതായത് ഇപ്പോൾ 6 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7:30 വരെയെങ്കിലും മിനിമം നമ്മൾ റീൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം പോലും തുറക്കാതിരിക്കുക. അത് വളരെ എഫക്റ്റീവാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ തിരിച്ചു വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റീച്ച് ആദ്യത്തെ രീതിയിൽ ഇൻസ്റ്റാഗ്രാം നമുക്ക് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അക്കൗണ്ടിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.